നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ പറയുമ്പോൾ ജ്യൂസായിട്ട് കുടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ABC ജ്യൂസിനെ കുറിച്ചും അതുപോലെ തന്നെ ഗ്രീൻ ജ്യൂസ് എന്നൊക്കെ പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗ്രീൻ ജ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ ഇലകളെല്ലാം കൂടെ, പ്രത്യേകിച്ച് കെയിൽ, അതുപോലെ സ്പിനാച്ച്, സെലറി, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അരച്ച് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം ഈ ഓക്സലേറ്റ്സും അതുപോലെ തന്നെ കാൽഷ്യം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് സ്റ്റോൺ, അപ്പോൾ റീനൽ കാൽക്കുലിയൊക്കെ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും കൂടെ കമ്പൈൻ ചെയ്ത് ജ്യൂസാക്കി കുടിക്കുന്നതും അത്ര നല്ല ശീലമല്ല. അപ്പോൾ ഫ്രൂട്ട്സ് തനിയെയും വെജിറ്റബിൾസ് തനിയെയും കുടിക്കാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ പല ഓർഗൻസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റാ കാരോട്ടിൻസ് ഉള്ള, അല്ലെങ്കിൽ കാരോട്ടിനോയിഡ്സും ഫ്ലേവനോയിഡ്സും ഒക്കെ ഉള്ള ക്യാരറ്റ് നല്ലതാണ്. അതുപോലെ തന്നെ കുക്കമ്പർ നല്ലതാണ്. പിന്നെ ആംല അല്ലെങ്കിൽ നെല്ലിക്ക നല്ലതാണ്. ഇതിനൊക്കെ ഒരു കൃത്യമായ അളവുണ്ട്. അപ്പോൾ അത് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, അതേക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്.